പ്രതിഭകൾ വിസ്മയം തീർക്കുന്ന ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ഇന്നത്തെ ഈ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാം. ബട്ട് ബിഫോർ ദാറ്റ് ലെറ്റ്സ് വെൽക്കം അവർ വാല്യുബിൾ പ്രഷ്യസ് ജഡ്ജസ്. Put your hands together for Biji Bal, Rimi Tommy and Anup Shankar. ഇന്നത്തെ ഈ ഫ്രഷ് എപ്പിസോഡിൽ നമ്മുടെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആൻഡ് ദാറ്റ് ഇസ് നൺ അതർ ദാൻ ഫിഡൽ ഫ്രം കാലിക്കറ്റ്. മോനൊരു മ്യൂസീഷ്യൻ ആയ കാരണം യു കുഡ് ഈസിലി മേക്ക് ഔട്ട് in which style it has to be rendered. നല്ല പവർ സിംഗിങ് ആയിരുന്നു. ഈ പാട്ടിന് വേണ്ട ഒരു എനർജി മോൻ എന്തായാലും തന്നു. ഫിഡൽ, how are you? Fine. നല്ല രസമുണ്ട് കാണാൻ. Thank you. ഇന്ന് ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? ചാഹൂങ്ക മേ തുജെ. മുഹമ്മദ് റാഫി. ഇഷ്ടമാണോ? റാഫി സാറിന് ഒരുപാട് ഇഷ്ടമാണോ? അതെ. ആണല്ലേ. അപ്പം മോനെ ഇഷ്ടപ്പെട്ട പാട്ട് നന്നായിട്ട് പാടണം. ഓൾ ദ ബെസ്റ്റ്. Thank you. ലെറ്റ്സ് വാച്ച് ഇറ്റ്. चाहूंगा मैं तुझे साज सवेरे, फिर भी कभी अब नाम को तेरे आवाज मैं न दूंगा, आवाज
ഫിഡലേ നന്നായി പാടി. താങ്ക് യു. നല്ല ഫീലിംഗ് ആയിരുന്നു. നല്ല ഫീൽ കൊടുത്ത് അടിച്ച് പൊളിച്ച് പാടി. അച്ഛൻ പറഞ്ഞ സോങ് ആണത്? അതെ. ആണല്ലേ? അപ്പൊ അച്ഛൻ അവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും മോൻ നന്നായിട്ട് പാടാൻ വേണ്ടി. നന്നായി പാടി വന്ന് നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് തന്നെ ചോദിക്കാം അല്ലേ? ഓക്കെ ജഡ്ജസ്. ഫിഡൽ ഹായ് സാർ. നല്ല ഒരു പാട്ടാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സോങ് ആണ്. അത് പാടിയതിന് വളരെ നന്ദി കേട്ടോ. പിന്നെ ഇത്രയും ഫീൽഫുൾ ആയിട്ടുള്ളൊരു സോങ്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സോങ് ആണ് അത്. അത് അത് തിരഞ്ഞെടുത്തതിന് വീണ്ടും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണം മോനെ. പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക, മോൻ അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് മോന് പാടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തൊക്കെയോ ഒരു സൗണ്ടിലൊരു ചെറിയൊരു ഇത് തോന്നി എനിക്ക്, ചെറിയൊരു ടൈറ്റ്നെസ് തോന്നി. പിന്നെ കുറച്ച് ഞാൻ ഇത് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ, കാരണം പാട്ട് അപ്രീഷിയബിൾ ആയിട്ട് പാടി മോൻ, അത് വേറെ പറയേണ്ട കാര്യമില്ല. പക്ഷെ പാട്ട് പാടിയത് ഇച്ചിരി ഫ്ലാറ്റായി പല ഭാഗങ്ങളിലും കേട്ടോ. മോന് ഫീഡ്ബാക്ക് കിട്ടാത്തത് പോലെ തോന്നി. മോൻ്റെ വോയിസ് കുറച്ച് വളരെ ലൗഡർ ആയതുകൊണ്ടും വളരെ സ്ട്രോങ് ആയതുകൊണ്ടും ചിലപ്പോൾ ഫീഡ്ബാക്ക് ശ്രദ്ധിക്കാത്തത് പോലെ മോൻ്റെ വോയിസ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടായിരിക്കാം അത്. അത് ശ്രദ്ധിച്ച് പാടണം കേട്ടോ. വളരെ കുറച്ചേ ഉള്ളൂ, അല്ലാതെ വളരെ മേജർ ആയിട്ടുള്ളൊരു പ്രശ്നമല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ സാഞ്ച് അല്ലേ, സാഞ്ച് സവേരെ, സാച്ച് എന്നാ കേൾക്കണേ, അങ്ങനെയാണോ പാടിയ മോൻ? സാച്ച് ഞാൻ ചെറുതായിട്ടാണ് കൂട്ടിയുള്ളൂ. അത് കറക്റ്റാണ്. പക്ഷെ സാച്ച് സവേരെ എന്നാ കേട്ടത് തോന്നി. പിന്നെ അത്രയും ഇതില്ല, കുറച്ചൊരു സോഫ്റ്റ് ആകും. പാടൂ, ഒന്ന് പാടോ. चाहूंगा मैं तुझे सांझ सवेरे, सांझ सवेरे, सांझ सवेरे. ആ നോട്ട് കുറച്ച് ഫ്ലാറ്റ് ആയി പോയി കേട്ടോ. സവേ ക്രൊമാറ്റിക് തൊട്ടടുത്തുള്ള നോട്ടാണല്ലോ, അവിടെ വന്നിട്ടാണ് തിരിച്ചു വരണത്. ഒന്ന് പാടൂ. सांझ सवेरे. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ഗുഡ് ലക്ക്. താങ്ക് യു സാർ. മോനെ ഫിഡൽ ചേച്ചി എന്ന് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ആദ്യം ഞാൻ അനുവിനെ എടുത്തു, സൈക്കിളിന്റെ എന്തോ ഇതിന്റെ പേരല്ലേ? അപ്പൊ അനു പറഞ്ഞു അത് പെഡലാണ്. ഇത് ഫിഡൽ കാസ്ട്രോന്റെ ഫിഡൽ കാസ്ട്രോ അല്ലേ? അല്ല എനിക്ക് അറിയത്തില്ല. അല്ല ബിജിചാന്റെ കൂടെ ഇരിക്കാൻ പറ്റുമ്പോൾ എനിക്ക് ഒരുപാട് ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും നമ്മൾ പറയുമ്പോൾ സോക്രട്ടീസ് പറഞ്ഞ അങ്ങനെയല്ലേ എന്ന് പറയുമ്പോഴേ ഓ ശരിയാണല്ലോ, ഇതൊക്കെ ഇപ്പൊ എഴുതി വെക്കണം, പിന്നെ കിട്ടത്തില്ല എന്ന് ഞാൻ വിചാരിക്കും. കാരണം അത്രയ്ക്കും പാട്ട് മാത്രമല്ല ഒരുപാട് വായനയും ഒരു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ക്ലാസ് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുമ്പോൾ. നമ്മൾ ഉച്ചയ്ക്ക് എന്താ ചോറിനായിരുന്നപ്പോ സോക്രട്ടീസും പിന്നെ വേറെ ആരുടെയൊക്കെ ഒരുപാട് തത്വങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ട് എന്നെ ഒരുപാട് ചിന്തിച്ചു പോയി. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ എണീറ്റ് കൈ കഴുകുന്നത്. അപ്പൊ ഇവര് എന്ത് പറ്റി? ഇല്ല ഞാൻ കുറച്ച് ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഏത് കാര്യമായിരുന്നു ഞാൻ പറഞ്ഞു തരട്ടെ. അതായത് നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ സ്ഥലം മനോഹരമാക്കി തീർക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലാണ്ട് മനോഹരമായ സ്ഥലങ്ങൾ നമ്മളെ തേടി വരികയല്ല. അതിന് ഞാൻ കുറെ ചിന്തിച്ചു കേട്ടോ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു എന്തോ ഉള്ളിൽ എന്തൊക്കെയോ ഒക്കെ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് കണ്ടെത്താൻ സാധിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും മോന്റെ കാര്യത്തില് ഈ പാട്ട് നല്ലൊരു സോങ് സെലക്ഷൻ, കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ പറഞ്ഞു തന്നില്ലേ? മനസ്സിലായില്ലേ എല്ലാ കാര്യങ്ങളും? റഫീ സാബിന്റെ വളരെ ടഫായിട്ടും എന്നാൽ എല്ലാവർക്കും ഈ പാട്ടിന്റെ എല്ലാ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് വരെ എല്ലാവർക്കും അറിയാം. അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ടാണ്. മോൻ നന്നായിട്ട് ട്രൈ ചെയ്തു ഈ പാട്ട് പാടാൻ, നല്ലതായിട്ട് ശ്രമിച്ചു. ഇനിയും ഭംഗിയാക്കാം അടുത്ത റൗണ്ടുകളിൽ കേട്ടോ. ഓക്കെ മനു, ഞാൻ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഒരു സിംഗറായിട്ട് വന്നിട്ട് ഒരാഗ്രഹം ചോദിച്ചപ്പോൾ എനിക്ക് ഒരു കീബോർഡ് പ്ലെയർ ആവണമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അതിന്റെ കൂട്ടത്തിൽ പാട്ടും. അപ്പൊ അവനവന്റെ കഴിവ്, അവനവന് കൂടുതൽ ഷൈൻ ചെയ്യാൻ പറ്റുന്ന മേഖല ആ കുട്ടി മനസ്സിലാക്കിയിരിക്കുന്നു വ്യക്തമായിട്ട്. നല്ലൊരു കൈയടി കൊടുക്കണം നമ്മൾ അതിന്. ഫിദൽ നല്ലൊരു പാട്ട്, ഒരു ലെജൻഡറി സോങ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മുൻ പ്രസന്റ് ചെയ്തു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ. ഈ സിനിമ ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ദോസ്തി എന്ന് പറയുന്ന സിനിമയാണ്. രണ്ട് വികലാംഗരുടെ കണ്ണ് കാണാത്ത ഒരു വ്യക്തിയുടെയും ഒരു വികലാംഗന്റെ ഒരു കഥ പറഞ്ഞ സിനിമയാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ട് ലക്ഷ്മികാന്ത് പ്യാരേലാലാണ് മ്യൂസിക്. മജ്റൂ സുൽത്താൻപുരി എന്ന ഗ്രേറ്റ് റൈറ്റർ അവരെഴുതിയ വരിയാണ്.
മുഹമ്മദ് റഫി സാബ് ഓഫ് കോഴ്സ് പാടിയ വൺ ഓഫ് ദി ഓൾ ടൈം ഗ്രേറ്റ് ഹിന്ദി സോങ്സ് മോൻ നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തു. ബിജി ചേട്ടനും റിമിയൊക്കെ പറഞ്ഞ പോയിന്റ്സ് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യുക. വളരെ സ്പെഷ്യലായിട്ട് ചില സ്ഥലത്ത് ഒരുപാട് ഓപ്പണായിട്ട് പോകുന്നു. അത് നമ്മൾ ഫീൽ ചെയ്ത് പാടുന്നതും ഓപ്പണായിട്ട് പാടുന്നതും ഡിഫറൻസ് ഉണ്ട്. ഇപ്പം മിത്വ എന്നൊക്കെ പറയുമ്പോൾ വല്ലാതെ മോനത് എൻ്റെ അമ്മയെ എന്ന് പറയുന്ന ഒരു ഫീലായിരുന്നു. അതവരിത് അതായത് മിത്വ എന്ന് പറഞ്ഞാൽ അതിലൊരു ഹിഡൻ ഒരു ഭയങ്കര ഫീലുണ്ട് അതിൽ. ഒരു വേദന, അതാണ് കറക്റ്റ്. ഒളിഞ്ഞു കിടക്കുന്ന ഒരു വേദനയുണ്ട് അതിൽ. അപ്പൊ ആ ഒരു ഫീൽ മനസ്സിലാക്കി മോൻ അടുത്ത പ്രാവശ്യം പാടണം. അത് ഗ്രാജുവലായിട്ട് വരും. എല്ലാ പാട്ടുകാർക്കും ഫീലോട് കൂടിയല്ല, അല്ലെങ്കിൽ ഭയങ്കര ഫീലുള്ള സിംഗേഴ്സ് ആയിട്ടുള്ള ജനിക്കുന്നത്. ഫീലിന്റെ ഒരു എലമെന്റ് നമ്മൾ കേട്ട് പലതരത്തിലുള്ള പാട്ട് കേട്ട് മനസ്സിലാക്കുമ്പോഴാണ് അത് കൂടുന്നത്. ആൻഡ് തീർച്ചയായിട്ടും നമ്മളുടെ കലാകാരനും അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യണം, ഫീൽ എന്ന ഫാക്ടറിന്. ബാക്കി എല്ലാം കൊണ്ട് തന്നെ നന്നായിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് മനെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അനൂപേട്ട. ഇത് നല്ല കമന്റ്സ് കിട്ടി. നെഗറ്റീവ്സ് ഒക്കെ ഓർത്ത് വെച്ചോ? എല്ലാം മൈൻഡിലേക്ക് പോയില്ലേ? അതൊക്കെ കറക്റ്റ് ചെയ്യണം. ഇനി നമുക്ക് മാർക്സ് അറിയാം. ഓക്കെ, ഔട്ട് ഓഫ് 30 അനൂപേട്ട. മോനെ എന്റെ മാർക്കിംഗ് 26 ഔട്ട് ഓഫ് 30. താങ്ക് യു സർ. സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസിൽ 3.5 ഔട്ട് ഓഫ് 4. താങ്ക് യു അനൂപേട്ട. റീം ചേച്ചി. മോനെ എന്റെ മാർക്ക് 25.75. വിഷമിക്കല്ലേ. പിന്നെ ഫീലിന് കുറച്ചുകൂടെ ഇത്രയും നന്നായിട്ട് പാടി, അത് ശരിയുള്ള കാര്യം തന്നെയാണ്. 3 ഔട്ട് ഓഫ് 3 2 മാർക്ക് കേട്ടോ. താങ്ക് യു ചേച്ചി. ബിജു ചേട്ടാ 26 കേട്ടോ. 30 എക്സ്പ്രഷൻ 2.25. 2.25 on 3. Fidel, your total score is 85.5 on 100. കുഴപ്പമില്ലാത്ത സ്കോറാണ്. നമ്മുടെ ജുംബലക്ക എത്രയായിരുന്നു മാർക്ക്? 87. നോട്ട് ബാഡ് സ്കോർ. ഇനി അടുത്ത സ്റ്റേജിൽ കാണാം. ജഡ്ജസ് പറഞ്ഞൊക്കെ മൈൻഡിൽ വെക്കുക. അടുത്ത സ്റ്റേജിൽ ഇതൊക്കെ കറക്റ്റ് ചെയ്ത് വരണം കേട്ടോ. നല്ലൊരു സിംഗർ ആയിട്ട് നമുക്ക് വരണ്ടേ? അതെ. ഓക്കെ, താങ്ക് യു. പ്ലീസ്. जवानी जाने मन हसीन दिल रुबा मिले तो दिल जवा निसार हो गया जवानी जाने मन. ഈ പാട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വേറൊരാളും ഇത്ര ഭംഗിയായിട്ട് പാടാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് തോന്നിപ്പോയി. दूर से देखो देखो दिल रुबा ऐसी ऐसी तुर 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 खाई खाई. എനിക്ക് ഈ പാട്ട് മോളുടെ ഇവിടെ ബാക്കിയുള്ള ഒരു കണ്ടസ്റ്റന്റ് ശബ്ദത്തിൽ ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അത്രയും ആപ്റ്റ് ആയിരുന്നു മോളുടെ സിംഗിങ്. Family for the nation. ഇന്നത്തെ എപ്പിസോഡിലെ ഫൈനൽ കണ്ടസ്റ്റന്റിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്റ്റൈൽ ആൻഡ് ആറ്റിറ്റ്യൂഡ് റൗണ്ടിൽ പെർഫോം ചെയ്യാനെത്തുന്നു ഗ്രീഷ്മ കണ്ണൻ. അമ്പാടി പയ്യുകൾ മീയും കാണാ തീരത്ത് അനുരാഗം മോളും തത്തമ്മേ. അനുപല്ലവിലും ചരണത്തിലൊക്കെ നല്ല സ്വീറ്റ് ആയിരുന്നു. ഇതുകുലം അറിയാതൊരു രാവിൽ കരതലം കവരാനണയും നല്ലൊരു ഫീലുള്ള സിംഗർ കൂടിയാണ് ഗ്രീഷ്മ. ഗ്രീഷ്മ, ഹായ്. ലുക്സ് ലൈക്ക് എ ഡോൾ. താങ്ക് യു. നല്ല ഭംഗിയുണ്ട് കാണാൻ. താങ്ക് യു. പഴയ ഒരു പെപ്പി നമ്പറാന്ന് തോന്നുന്നല്ലോ പാടാൻ പോകുന്നത്. ആണല്ലേ? ഈ വേഷത്തിൽ നിന്ന് മനസ്സിലാക്കി. ഇനി സോങ് മോള് പറയൂ. നമക് ഹലാൽ എന്ന ഫിലിമിലെ ജവാനി ജാനിമൻ. ജവാനി ജാനിമൻ. നമുക്ക് പറ്റിയ സോങ് ആണെന്ന് തോന്നുന്നു. നന്നായിട്ട് പെർഫോം ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ലെറ്റ്സ് വാച്ച് ഇറ്റ്.
तो दिल जवां निसार हो गया जवानी जाने मन हसीन दिल रुबा मिले तो दिल जवां निसार हो गया शिकारी कुत्या शिकार हो गया ये क्या सितम हुआ ये क्या गुलम हुआ ये क्या गजब हुआ ये कैसे कब हुआ न जानू मैं न जाने वो जवानी जाने मन हसीन दिल रुबा मिले तो दिल जवां निसार हो गया जवानी जाने मन हसीन दिल रुबा मिले तो दिल जवां निसार हो गया शिकारी कुत्या शिकार हो गया ये क्या सितम हुआ ये क्या गुलम हुआ ये क्या गजब हुआ ये कैसे कब हुआ न जानू मैं न जाने वो ओहो शिकारी कुत्या शिकार हो गया ये क्या सितम हुआ ये क्या गुलम हुआ ये क्या गजब हुआ ये कैसे कब हुआ न जानू मैं न जाने वो थैंक यू ആശാ ഭോസ്ലെയുടെ പാട്ട് അവരുടെ ഒരു ആലാപന ശൈലി ശരിക്ക് ഒരിക്കലും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ് ശരിക്കും അല്ലേ. അവിടെ വേറെ ആര് പാടിയാലും അത്ര ബ്യൂട്ടി ആവാറില്ല. പക്ഷെ ഇത് ഈക്വലി ഗുഡ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. മോളുടെ ഒരു നിഷ്കളങ്കതയ്ക്കൊപ്പം തന്നെ കുറച്ച് കോമഡിയും കയറി വന്നു. അതെവിടെയാന്ന് വെച്ചാൽ മോള് പെർഫോമൻസ് ചെയ്യുന്നത് ഒരു നഴ്സറി കുട്ടി ചെയ്യുന്ന പോലെ ടാരി ടാരി ഈ ആക്ഷൻ സോങ്ങിന് പാടുന്ന പോലെ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. ഓഹോ, ഇങ്ങനെയാണല്ലോ ശരിക്കും അത്. പിന്നെന്താ മോള് പാടിയത് കേൾപ്പിച്ചേ? ഓഹോ சில காலமாய் நானும் சிறை வாழ்கிறேன் உன்னை பார்த்ததாய் தானே உயிர் வாழ்கிறேன். Junior Idol Ideal World Junior Idol Season 2. Jai Hind TV. For the family, for the nation.
ഗ്രീഷ്മ ഒരു ഡോൾ നിന്ന് ഇങ്ങനെ പ്രസന്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ മോൾക്ക് പറ്റിയ സോങ് ആയിരിക്കുമെന്ന് പറഞ്ഞു. അത് മോള് പാടി പ്രൂവ് ചെയ്തു. മോൾക്ക് പറ്റിയൊരു സോങ് ആണ്. മോളുടെ സൗണ്ടിൽ അത് കേൾക്കുമ്പോൾ എന്തൊരു ക്യൂട്ട്നെസ് ആണ് ഭയങ്കരം. ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. ഇനി ജഡ്ജസിന് ഇഷ്ടപ്പെട്ടോ നോക്കാം. ഐ സ്റ്റാർട്ട് വിത്ത് റിമി ചേച്ചി. മോളെ ഗ്രീഷ്മ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും മോളുടെ ഭയങ്കര വ്യത്യസ്തമായ ഒരു ശബ്ദം, അതാദ്യം പറയണം. ആ ശബ്ദത്തിന് ചേർന്ന ഒരു പാട്ട്. ഈ പാട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വേറൊരാളും ഇത്ര ഭംഗിയായിട്ട് പാടാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് തോന്നിപ്പോയി. കാരണം ആ ശബ്ദത്തിലൂടെ ഈ പാട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ലേ എന്ന് കൊച്ചു എന്തോ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അതാണ് പറയേണ്ടത്. മോളുടെ ഉച്ചരിക്കുന്ന രീതിയും ഒരു ഹിന്ദി നോർത്ത് ഇന്ത്യയിലൊക്കെ ജനിച്ചു വളർന്ന ഒരു കുട്ടികൾ പാടുന്ന പോലെ തോന്നി എനിക്ക് ശരിക്കും. അതിന്റെ എന്തായിക്കോട്ടെ, മൊത്തത്തിൽ ആ പാട്ട് കേൾക്കുമ്പോ എന്തോ ഒരു ഭംഗി, എന്താന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല, ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു മോളത് പാടുമ്പോ. അതിന്റെ ചില എക്സ്പ്രഷൻസ് മോളുടെ ഇപ്പൊ ഞാൻ പാടുമ്പോ പോലും അതൊരു നോർമൽ മലയാളി പാടുന്ന ഒരു ഫീൽ. പക്ഷെ മോള് അവരൊന്ന് പാടിക്കേ. അതാ ടോൺ. दूर से देखो देखो दिलरुबा ऐसी ऐसी അതൊക്കെ നല്ല രസമുണ്ട്. പിന്നെ ആകെ മൊത്തം സ്ട്രെയിൻ ഫീൽ ചെയ്തത് നമുക്കായിട്ട് തോന്നിയില്ല. പക്ഷെ മോളുടെ മുഖത്തുനിന്ന് കണ്ടപ്പോഴാണ് എന്തോ അവിടെ വലിയ എന്തോ സംഭവിക്കാൻ വരുന്നുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഒന്നും ഇല്ലല്ലോ എന്ന് എനിക്ക് തോന്നി. അതെവിടെയായിരുന്നത്? नजर नजर में समा बदल गया चला ये तीर जो मुझे पे चल गया. ഇതല്ലേ ഉള്ളൂ. ഇത് മോക്ക് സുഖമായിട്ട് പാടാം. പക്ഷെ അത് കാണുന്നവര് എന്തൊക്കെയോ ഇപ്പൊ തകരും. ഓക്കെ മോളെ, കൂടുതലൊന്നും പറയാനില്ല. ഗുഡ് അറ്റംപ്റ്റ്. ഓക്കെ കേട്ടാ. ഈ ഡ്രസ്സൊക്കെ ഇത് ആരെയും ഇത് എവിടെ നിന്ന് എടുത്തത്? ഉഗ്രൻ ഡ്രസ്സായിട്ടുണ്ട് കേട്ടാ. ഓക്കെ, താങ്ക് യു റിമി ചേച്ചി. ഗ്രീഷ്മ, മോളുടെ സ്റ്റൈൽ ഓഫ് സിംഗിങ്ങിന് ഏറ്റവും ചേരുന്ന പാട്ടുകളിലൊന്ന്. ഇറ്റ് വാസ് വെരി വെരി ബ്യൂട്ടിഫുള്ളി റെൻഡേർഡ്. അതും വളരെ വളരെ ആത്മാർത്ഥമായിട്ട് പറയാ. അതായത് എനിക്ക് ഈ പാട്ട് മോളുടെ അല്ലാതെ ഇവിടെ ബാക്കിയുള്ള ഒരു കണ്ടസ്റ്റന്റ് ശബ്ദത്തിൽ ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അത്രയും ആപ്റ്റ് ആയിരുന്നു മോളുടെ സിംഗിങ്. ആൻഡ് മോളുടെ പാട്ട് ഇത് ഒരു പെർഫോമൻസ് സോങ് എന്നതിൽ ഉപരി ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം, ഒരുപാട് ശ്രുതിയോട് ഇണങ്ങിച്ചേർന്ന് പാടുന്ന പാട്ടാണ്. ഫ്രേസിംഗ് മൈറ്റ് ബി സിമ്പിൾ, താന താന എല്ലാം എളുപ്പമാണ്. ഐ മീൻ കമ്പോസിഷൻ വൈസ് അതിന്റെ ഫോർമാറ്റ് സിമ്പിൾ ആണെങ്കിലും ശ്രുതി സെൻസ് അല്ലെങ്കിൽ ശ്രുതിയോട് അത്രയും ചേർത്ത് പാടേണ്ട ഒരു കമ്പോസിഷൻ ആണിത്. അത് മോള് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് റെൻഡർ ചെയ്തു. അത് വലിയൊരു കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ മോളുടെ ഒരു നിഷ്കളങ്കതയ്ക്കൊപ്പം തന്നെ കുറച്ച് കോമഡിയും കയറി വന്നു. അതെവിടെയാന്ന് വെച്ചാൽ മോള് പെർഫോമൻസ് ചെയ്യുന്നത് ഒരു നഴ്സറി കുട്ടി ചെയ്യുന്ന പോലെ ടാരി ടാരി, ഈ ആക്ഷൻ സോങ്ങിന് പാടുന്ന പോലെ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ബാബാ ബ്ലാക്ക് ഷിപ്പ് എന്നൊരു ആ ഒരു ഫീലായി പോയി. പക്ഷെ അത് കാണാനൊരു ക്യൂട്ട്നെസ് ഉണ്ടായിരുന്നു. യുനോ മോളുടെ ഒരു കോസ്റ്റ്യൂം, ഒരു പിങ്ക് ആൻഡ് ഗ്രേ നൈസ് കോസ്റ്റ്യൂം. അതെ, എല്ലാം ഒരു ചെറിയ നഴ്സറി കുട്ടി ഇത്തിരി പൊക്കം വെച്ചിട്ട് ഡാൻസ് ചെയ്ത് പാടുന്ന പോലെ ഉണ്ടായിരുന്നു. അതൊരു കാര്യം. പിന്നെ മോള് ഏറ്റവും കൂടുതൽ കോമഡി ക്രിയേറ്റ് ചെയ്തത് ഓഹോ എന്ന ഫ്രേസിംഗിലാണ്. ആദ്യം ഓഹോ ആയിപ്പോയി, അത് പ്രേം നസീർ ആയിപ്പോയി. പിന്നെ ഷീലാമോ വന്നു അടുത്ത പ്രാവശ്യം. ഓഹോ, അതൊരു ചെറിയ അതുള്ളതായിരുന്നു മോളെ. ഞാനും ഓർത്ത് ഇനി തെറ്റിപ്പോയതാണോ. ഓഹോ ഇങ്ങനെയാണല്ലോ ശരിക്കും അത്. പിന്നെ എന്താ മോള് പാടിയത് കേൾപ്പിച്ചേ? ഓഹോ എന്റെ കൊച്ചു മുതലാളി എന്ന് പറയുന്ന പോലെ ഉണ്ടായിരുന്നു അത്. അതൊരു കാര്യം. ലാസ്റ്റ് ഓഹോ പെർഫെക്റ്റ് ആയിരുന്നു. ലാസ്റ്റ് ഓഹോ പാടിയത് കറക്റ്റ് ആയിരുന്നു. കുറച്ച് തമാശകൾ പാട്ടിൽ, അത്രയേ ഉള്ളൂ. പിന്നെ ചെറിയൊരു സ്ട്രെയിൻ മറ്റേ അനുപല്ലവിയും ചരണവും എൻഡ് ചെയ്യുന്ന പോർഷൻസിൽ ഉണ്ടായിരുന്നു. ബട്ട് ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് എ വെരി വെരി ഗുഡ് അറ്റംപ്റ്റ് ആൻഡ് എ വെരി ബ്യൂട്ടിഫുൾ റെൻഡീഷൻ. അതിനോട് പരിപൂർണമായി ഈ കമ്പോസിഷനോടുള്ള നീതി പുലർത്തി മോള്. അത് ഏറ്റവും പ്രധാന കാര്യം. പിന്നെ വന്നിട്ടുള്ള ഫ്ലോസ് ലൈവ് പാടുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ. ഓൾ ദ ബെസ്റ്റ് മോളെ. ഗോഡ് ബ്ലസ് യു. ആൻഡ് താങ്ക്സ് ടു ബപ്പി ലഹരി, അദ്ദേഹമാണ് ഈ പാട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് അഷാജി നേരത്തെ പറഞ്ഞു, റിമി താങ്ക് യു. ആൻഡ് അമിതാഭ് ബച്ചൻ ഇതേ സിനിമയാണ് പിന്നീട് തമിഴിൽ വേലക്കാരനായിട്ട് രജനീകാന്ത് സിനിമയായിട്ട് വന്നത്. സോ ജസ്റ്റ് ഹിസ്റ്ററി ഓഫ് ദാറ്റ് മൂവി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഗ്രീഷ്മ ഉഗ്രനായിരുന്നു കേട്ടാ, ഉഗ്രനായിട്ട് പാടി. ശരിക്കും ഈ ആശാ ഭോസ്ലയുടെ പാട്ട്, അവരുടെ ഒരു ആലാപന ശൈലി ശരിക്കും
ഒരിക്കലും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ് ശരിക്കും അല്ലേ. അതൊരു അവർക്ക് മാത്രം പാടാൻ പറ്റുന്ന ഒരു രീതിയുണ്ട്, പ്രത്യേകിച്ച് ഇത്തരം പാട്ടുകൾക്ക്. വളരെ ക്യൂട്ട് നോട്ടി സോങ്സിന് അവർക്ക് പറ്റുന്ന ഒരു പാട്ട് വേറെ ആര് പാടിയാലും അത്ര ബ്യൂട്ടി ആവാറില്ല. പക്ഷെ ഇത് ഈക്വലി ഗുഡാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഒരു ടൊണാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്, വളരെ ഇന്നസെന്റ് ആണ്. അതിന്റെ ഇടയിൽ എവിടെയോ ഒരു നോട്ടിനെസ് ഉണ്ട്. എല്ലാം കൊണ്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഗുഡ് ലക്ക്. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. ഗ്രീഷ്മ, നല്ല കമന്റ്സ് ആണ്, കുറെ കോംപ്ലിമെന്റ്സ് ഒക്കെ കിട്ടി. ഇനി നമുക്ക് മാർക്സ് നോക്കാം അല്ലേ. മാർക്സും അതുപോലെ ആവണേന്ന് പ്രാർത്ഥിച്ചോളൂ. ഓക്കെ, ഔട്ട് ഓഫ് 30 റിമി ചേച്ചി. ഔട്ട് ഓഫ് 30 27.5. 27.5. അനൂപേട് ഔട്ട് ഓഫ് 30. മോളെ, ഞാൻ പറഞ്ഞ ആ ചെറിയ കറക്ഷൻസ് ഞാൻ തൽക്കാലം മാർക്കിങ്ങിൽ അത്ര കൺസിഡർ ചെയ്യുന്നില്ല. ബിക്കോസ് ആ പാട്ടിനോട് കംപ്ലീറ്റ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു മോളെ സിംഗിങ്ങിൽ. അതുകൊണ്ട് 27 ഔട്ട് ഓഫ് 30. Again 27. ബിച്ചേട്ടാ ഔട്ട് ഓഫ് 30. മോളെ, ഞാൻ ഓരോ സ്റ്റേജസ്, ഓരോ വേദികളും അതത് ടൈമിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും നമ്മളെ ബാധിക്കുന്നതുമാണ്. അപ്പോൾ ഒരുപക്ഷെ നാളെയും ഇന്നലെയും മോൾക്ക് ഇതിലും നന്നായിട്ടോ ഇതിലും താഴെയായിരിക്കും പാടുന്നത്. അപ്പോൾ ഈ സ്റ്റേജിൽ മോൾക്ക് പറ്റിയ ചില തെറ്റുകളെന്ന് പറയാൻ പറ്റില്ല, ചില പരിമിതികൾക്ക് ഒരു അവസാനം മോൾക്ക് ചെറിയൊരു സ്ക്രാച്ച് വീണു അല്ലേ. പിന്നെ നേരത്തെ റിമി പറഞ്ഞ പോലെ അവിടെ കുറച്ച് വേറൊരു മൂഡായി പോയി. മോൾ ടെൻസ്ഡ് ആയിരുന്നു, കുറച്ച് ഇനി പിച്ച് കിട്ടുമോ എന്ന് പറയുന്നത് അവിടെ മാത്രം. അപ്പൊ അതിനുവേണ്ടി ഞാൻ 26.5. 26.5. ഇനി ഓവറോൾ പെർഫോമൻസിന് എത്ര മാർക്കാണെന്ന് നോക്കാം. മോളെ, സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസ്, കുറച്ചുകൂടി കോൺഫിഡൻസ് വേണം സ്റ്റേജിൽ. അത് വേറൊരു ഫാക്ടറാണ്, സിംഗിങ് അല്ല. കോൺഫിഡൻസും കുറച്ചുകൂടി ബ്ലെൻഡ് ചെയ്യാനുള്ള, ഇപ്പോൾ മോളുടേതായ രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, പക്ഷെ കുറച്ചുകൂടി ഒന്ന് എനർജറ്റിക് ആവണം. സോ ഐ ഗിവ് യു 3 ഔട്ട് ഓഫ് 4. 3 on 4. റിമി ചേച്ചി, എനിക്ക് ഫീൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് 3-ൽ 3 തരണം എന്നുണ്ട്. പക്ഷെ ഇവിടെ ആരും സമ്മതിക്കൂല്ലോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ 3-ൽ 3 out of 3. 3 on 3. ബിച്ചേട്ടാ ഔട്ട് ഓഫ് 3. എക്സ്പ്രഷൻ 2.75. 2.75. ആർക്കും 3 out of 3 കിട്ടിയിട്ടില്ല. ആൻഡ് യുവർ ടോട്ടൽ സ്കോർ ഈസ് 89.75. ഒരു 0.25 കൂടെ കിട്ടിയിരുന്നെങ്കിൽ 90 ആയേനെ. സാരമില്ല, നമുക്ക് അടുത്ത സ്റ്റേജിൽ കാണാം. സാരമില്ല അല്ലേ. ഓക്കെ, ഇനി അടുത്ത സ്റ്റേജിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ITL World Junior Idol Season 2 ഇന്നത്തെ ഈ എപ്പിസോഡിൽ അടുത്തതായി വരാൻ പോകുന്ന ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. നമ്മുടെ കണ്ടസ്റ്റൻസിനും ഓഡിയൻസിനും എല്ലാവരുടെയും പ്രിയങ്കരിയായ റിമി ചേച്ചിയാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് വാച്ച് ഇറ്റ്.
എപ്പിസോഡ് കഴിയുമ്പോൾ നമ്മുടെ 18 കണ്ടസ്റ്റൻസും വാശിയേറിയ മത്സരമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. അവർ നല്ല നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നു. സോ ദ കോമ്പറ്റീഷൻ ഈസ് മൂവിങ് സോ ടൈറ്റ്. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു വാച്ച് യുവർ ഫേവറേറ്റ് ഷോ ITL World Junior Idol Season 2. Good night and take care. എല്ലാം ബ്യൂട്ടിഫുൾ ആയിരുന്നു. ടോട്ടലി ഗ്രേറ്റ്. ബ്യൂട്ടിഫുൾ സോങ്. ഈ പാട്ട് ഇവിടെ കൊണ്ടുവന്ന് പാടിയതിന് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു. ഒരു സിനിമ കാണുന്ന ഫീൽ ആയിരുന്നു മോളെ ഈ പാട്ട്. ഒരു കിളി തനി തിരുക്ക ഉനക്കെന്ന തവം ഇരുക്ക ഇരുവിഴി സിവന്തിരുക്ക ഇതൾ മട്ടും വെളുത്തിരുക്ക അഴകിയ രഘുവരനെ അനുദിനവും നിന്നു കോരി വരണം വരണം. ചിത്ര ചേച്ചി ഉള്ളത് കൊണ്ടായിരിക്കാം ഇളയരാജ സാറ് ഇത്ര ഒരു പാട്ട് കമ്പോസ് ചെയ്തത്. കാരണം അവർക്ക് മാത്രമായിരിക്കും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് പാടാൻ പറ്റുക ആ പാട്ട്. അത് മോളുടേതായിട്ടുള്ള ഒരു കാലിബറിൽ, ഒരു കേപ്പബിലിറ്റിയിൽ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. Bijibal and Anup Shankar's costume sponsored by Status, Safalim Complex, Palaya, Trivandrum. Remy Tommy and Meghna's costume sponsored by Zarina, Catholic Center, General Hospital Junction, Trivandrum.